കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. यीशु मसीह के पवित्र नाम को महिमा मिले। ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വീണ്ടും ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തവർ ദൈവത്തെ സ്തുതിക്കുന്നു. प्रभु का धन्यवाद करते हैं कि एक बार और परमेश्वर के वचन को सीखने के लिए हम आपके सामने आ पाए। വചന അധ്യയനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. इस वचन अध्ययन में आप सबों का एक बार और यीशु मसीह के नाम में हम स्वागत करते हैं। ദൈവിക യുഗാനുയുഗ പദ്ധതി എന്ന വിഷയമാണല്ലോ നമ്മൾ തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. युगों में परमेश्वर की योजना के ऊपर हम अध्ययन लगातार करते आ रहे हैं। കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒടുവിൽ നമ്മൾ വന്നു നിന്നത് पिछले एपिसोड में हमने सबसे आखिरी में ये सीखा മഹോപദ്രവത്തിന്റെ ഒടുവിൽ നടക്കുന്ന ചില സംഭവങ്ങളെ കുറിച്ചൊക്കെ ആയിരുന്നു. कि महाक्लेश के अंत के समय में कौन कौन सी घटनाएं होंगी। കർത്താവിന്റെ സഭ ക്രിസ്തുവായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. और प्रभु की कलीसिया के मसीह के साथ धरती पर उतर आने के बारे में सुना। അത് കഴിഞ്ഞിട്ട് യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സിംഹാസനം ആർക്ക് വേണ്ടിയാണെന്നൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. और हमने ये भी देखा कि वो महिमा का सिंहासन जो है वो किस किस के लिए होगा। തുടർന്ന് കർത്താവ് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് തീപ്പയിൽ ഇടുകയും और उसके बाद में उस मसीह विरोधी को और झूठे भविष्यद्वक्ता को पकड़कर नरक की झील में डालेंगे। പിശാചാകുന്ന മഹാസർപ്പത്തെ 1000 ആണ്ടത്തേക്ക് ബന്ധിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നു. और शैतान नामक उस पुराने बड़े सांप को, अजगर को 1000 साल के लिए उस अथाह कुंड में बंद कर दिया जाएगा। അടുത്തത് കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയാണ്. और उसके तुरंत बाद यीशु मसीह का 1000 साल का राज शुरू होता है। ഏഴാമത്തെ യുഗം എന്നാണ് ഈ യുഗത്തെ കുറിച്ച് അറിയപ്പെടുന്നത്. और इस युग को 7वें युग के बारे में जाना जाता है। വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ കർത്താവ് 1000 ആണ്ട് ഭരിക്കും എന്നുള്ളതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. प्रकाशित वाक्य 20 के 6 में यीशु मसीह के इस 1000 साल के राज के बारे में लिखा गया है। ക്രിസ്തുവിന്റെ ഈ 1000 ആണ്ട് വാഴ്ചയിൽ यीशु मसीह के 1000 साल के राज में രാജാതിരാജനായ ക്രിസ്തുവിനോടൊപ്പം വിശ്വാസികളും ഭരണത്തിൽ പ്രവേശിക്കുന്നതാണ്. और राजा यीशु मसीह के साथ विश्वासी भी शासन में राज करने में शामिल होंगे। നമ്മൾ മുൻപുള്ള എപ്പിസോഡുകളിൽ വിശ്വാസികൾക്ക് ലഭിക്കുന്ന 4 പദവികളെ കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞു. पिछले एपिसोडों में हमने विश्वासियों को मिलने वाले 4 सौभाग्यों की बात देखी। എന്നാൽ ഇത് അവർക്ക് ലഭിക്കാൻ പോകുന്ന 5ാമത്തെ വാഗ്ദത്ത പദവിയാണ്. और ये जो वायदा है, जो सौभाग्य है, वो 5वां है जो विश्वासियों को मिल रहा है। അവർ കർത്താവിനോടൊപ്പം ഭരണത്തിൽ പ്രവേശിക്കും. वे मसीह यीशु के साथ में राज करेंगे। നമുക്ക് തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ 1000 ആണ്ട് വാഴ്ചയിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു രത്ന ചുരുക്കമാണ്. और अब हम इस 1000 साल में होने वाली घटनाओं का एक संक्षेप देखने जा रहे हैं। വാക്യങ്ങളെല്ലാം ഞാൻ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചേർത്ത് പറയും. और सभी संदर्भों को मैं केवल अपने अपने एक एक शीर्षक के साथ में बताऊंगा। ഈ വിഷയം പഠിക്കുന്ന പ്രിയപ്പെട്ടവർ ബൈബിൾ തുറന്ന് ആ വാക്യങ്ങൾ എടുത്ത് വായിപ്പാൻ കർത്താവിൽ ഞാൻ ആഹ്വാനം ചെയ്യും. और इन विषयों को सीखने वाले लोग अपने साथ में बाइबल रखें जिससे कि आप उनको निकाल कर पढ़ पाए। സമയം ലാഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത് അങ്ങനെ ചുരുക്കുന്നത്. समय बचाने के लिए केवल हम संदर्भ बताते हुए आगे जाएंगे। എല്ലാ വാക്യങ്ങളും എടുത്ത് വായിക്കുകയാണെങ്കിൽ വളരെ സമയം എടുക്കുമല്ലോ. क्योंकि ज्यादा पदों को यदि हम पढ़ें तो समय अधिक जा सकता है। ഒന്നാമത്തെ കാര്യം യെരുശലേം ദേവാലയം വീണ്ടും പണിയപ്പെടുമെന്നുള്ളതാണ്. एक घटना जो होगी वो ये कि यरूशलेम का जो पवित्र मंदिर है वो पुनः बनाया जाएगा। യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 2-ാം വാക്യം, यशायाह नबी की किताब 2रा अध्याय 2रा पद, 3-ാം വാക്യം, 3रा पद, അതുപോലെ യെഹെസ്കേൽ 45-ാം അധ്യായം, यहेजकेल 45वां अध्याय। 1000 ആണ്ട് വാഴ്ചയിൽ ആമേൻ യെരുശലേമിൽ ദേവാലയം ഉണ്ടായിരിക്കും. उस 1000 वर्षीय राज में यरूशलेम का मंदिर भी वहां पर होगा। അതിന്റെ അളവിനെ കുറിച്ചൊക്കെയാണ് എസെക്കിയേൽ പ്രവചനം 45-ാം അധ്യായത്തിൽ വായിക്കുന്നത്. और उसी के नाप के बारे में यहेजकेल 45 में हम पढ़ सकते हैं। ഇപ്പോൾ യെരുശലേം ദേവാലയം എന്ന് പറയുന്ന ഒന്ന് അവിടെ ഇല്ല. अब आज वहां यरूशलेम में पवित्र मंदिर नहीं है, അത് തകർക്കപ്പെട്ടിരിക്കുകയാണ്. उसको ढा दिया गया था। മുൻപുള്ള എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി AD 70 देवालय तകർക്കപ്പെട്ടു. और पिछले एपिसोडों में हमने देखा कि ईस्वी सन 70 में कैसे उसको खत्म कर दिया था। അത് കഴിഞ്ഞ ശേഷം ഇന്നുവരെയും അത് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. उसके बाद में उसे दोबारा कभी भी नहीं बनाया गया है। ഓമറിന്റെ ഒരു ദേവാലയം എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ടോംബ് അവിടെ അതിനോടുള്ള ബന്ധത്തിൽ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. डोम ऑफ द रॉक എന്നറിയപ്പെടുന്നു. और डोम ऑफ द रॉक के नाम से जाने जाने वाली एक मस्जिद उसी जगह पर आज बनी हुई है। ഇസ്രായേൽ ഇന്നും അവരുടെ ആ പഴയ ദേവാലയം പുതുക്കി പണിയാനുള്ള പരിശ്രമത്തിലാണ്. इस्राएल आज भी अपने उस पवित्र मंदिर को बनाने की पूरी कोशिश में है। എന്നാൽ അത് ഏത് സമയം പണിയപ്പെടാം. और वो किसी भी समय बनाया जा सकता है। ഒരു പക്ഷേങ്കിൽ മഹോപദ്രവത്തിന് മുൻപ് വേണമെങ്കിലും അതിന് ആരംഭം കുറിക്കാം.
और महाक्लेश से के शुरू होते ही उसकी शुरुआत हो सकती है। എന്നാൽ തീർച്ചയായിട്ടും മഹോപദ്രവ കാലത്ത് ദേവാലയം ഉണ്ടായിരിക്കുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കും. लेकिन वचन ये स्पष्ट बताता है कि महाक्लेश के दौरान ये मंदिर वहां पर होगा, ആ ദേവാലയത്തിലാണ് എതിർ ക്രിസ്തു കയറിയിരിക്കുന്നതും തന്നെ ആരാധിക്കണമെന്നൊക്കെ ആഹ്വാനം ചെയ്യുന്നത്. क्योंकि उसी मंदिर में मसीह विरोधी जाता है और वहां पे खड़ा रहकर सबको अपनी आराधना करने के लिए उकसाता है। അപ്പോൾ മഹോപദ്രവ കാലത്ത് ദേവാലയം ഉണ്ട്. तो इसका मतलब ये है कि उस समय में मंदिर वहां पर है। എന്നാൽ ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് लेकिन यीशु मसीह के 1000 वर्षीय राज में ഈ ദേവാലയം വീണ്ടും പണിയപ്പെടും. इस मंदिर को दोबारा बनाया അത് जाएगा യഹസ്കേൽ 45 പ്രമാണ പ്രകാരം അത് പണിയപ്പെടും. और वो यहेजकेल 15 में लिखे हुए नाप के अनुसार बनाया जाएगा। കർത്താവിന് സ്തോത്രം ഉണ്ടാകട്ടെ. प्रभु को हम धन्यवाद महिमा देते हैं। രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് दूसरी बात, ഇസ്രായേൽ എന്ന് പറയുന്ന ജാതി इस्राएल नामक जाति അവർ മറ്റ് ജാതികളുടെ അന്യജാതികളുടെ മധ്യത്തിൽ തീർച്ചയായിട്ടും ഉയർത്തപ്പെടും, ആദരിക്കപ്പെടും എന്ന് ദൈവവചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. वो दूसरी जातियों के बीच में, दूसरे राष्ट्रों के बीच में सम्मान पाएगी। परमेश्वर का वचन इस बात में स्पष्ट बताता है। യെശയ്യാ പ്രവചനം 49 അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, यशायाह 49 का 22 से 23, 60 അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, 60वां अध्याय 16 से 17, സെക്കറിയ 8:23 വാക്യങ്ങളിലെല്ലാം അത് കാണുന്നു. जकरिया 8 के 23 में हम उसे देख सकते हैं। അവരെ ആദരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. उनको सम्मान दिलाना परमेश्वर की योजना है। വീണുപോയ ദാവീദിന്റെ ആ സിംഹാസനത്തെ, ആ കൂടാരത്തെ ദൈവം വീണ്ടും പണിയുന്നതാണ്. दाऊद के गिरे हुए सिंहासन को वहीं पर परमेश्वर दोबारा पुनः खड़ा करेगा। അങ്ങനെ ആമേൻ ദാവീദിന്റെ വംശാവലിയിൽ നിന്ന് വന്ന ക്രിസ്തുവിന്റെ ഭരണത്തോടുകൂടെ ഇസ്രായേൽ വീണ്ടും ജാതിയുടെ മധ്യേ ആദരിക്കപ്പെടും. और इस प्रकार दाऊद के मूल से आने वाले उस मसीह के सिंहासन को दोबारा स्थापित कर जातियों में वो सम्मान पाएगा। ഈ 1000 ആണ്ട് വാഴ്ചയിൽ പ്രിയമുള്ളവരെ, इसी 1000 साल के राज में ഭൂമിയുടെ ശാപം എന്ന് പറയുന്നത് മാറിപ്പോകുന്നത്. पृथ्वी का जो शाप है वो हट जाएगा। അത് നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഭൂമിയിൽ മുള്ളും പറക്കാരെയും മുളയ്ക്കും എല്ലാ ശാപങ്ങളും ഭൂമിയുടെ മേൽ വന്നു ചേർന്നു. हमें पता है कि जब मनुष्य ने पाप किया था तो पृथ्वी पर भी कंटीली झाड़ियां, ऊंट कटारे इत्यादि उत्पन्न हुए थे। രോഗവും രോഗാണുക്കളും ഉള്ള ഒരു ഭൂമിയിലാണ് നമ്മൾ और ജീവിക്കുന്നത്. आज हम एक ऐसी धरती पर रहते हैं जहाँ पर बीमारियां हैं, कीटाणु इत्यादि बहुत विद्यमान हैं। എന്നാൽ ഈ ഭൂമിയെ ദൈവം വീണ്ടെടുക്കും. लेकिन इसी धरती को परमेश्वर पुनः എല്ലാ बनाएगा, ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കും. अपने उसके सारे शापों से इसे मुक्त करेगा। റോമാലേഖനം 8 അധ്യായം 19 മുതൽ 22 വരെ വാക്യങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. रोमियो 8 के 19 से 22 में इसको हम स्पष्ट देख सकते हैं। യെശയ്യാ 55 13 അത് നമുക്ക് കാണാൻ കഴിയും. यशायाह 55 के 13 में भी हम उसे देख सकते हैं। അത് തന്നെയുമല്ല, इतना ही नहीं, ഇസ്രായേൽ ജാതി വളരെയധികമായി ആ കാലഘട്ടങ്ങളിൽ രക്ഷിക്കപ്പെടും. इस्राएल की जाति उस समय में बचाई जाएगी। റോമാലേഖനം 11:25 वाक्യം. रोमियो 11 के 25। കൂടാതെ നമുക്ക് കാണാൻ കഴിയും യെശയ്യാ 35 5 6 വാക്യങ്ങളില്, और उसके साथ साथ यशायाह 35 के हम 5 और 6 में देख सकते हैं എല്ലാ രോഗങ്ങളും തുടച്ചു മാറ്റപ്പെടും. कि सारे रोगों को हटा दिया जाएगा। നമുക്കറിയാം മനുഷ്യന് രോഗത്താൽ എത്രമാത്രം പീഡിതരാണ്, आज हमें पता है कि मनुष्य कितनी बीमारियों से घिरा हुआ है, എന്തുമാത്രം ആശുപത്രികളാണ് പണിത് कितने ഉയർത്തിയിരിക്കുന്നത്. ही अस्पताल इस नाम से बनते चले जा रहे എന്നാൽ हैं। 1000 ആണ്ട് വാഴ്ചയിൽ ഇതിന്റെ ഒന്നും ആവശ്യം വേണ്ടി വരില്ല. लेकिन 1000 वर्षीय राज में इन किसी की भी जरूरत नहीं पड़ेगी। അങ്ങനെയുള്ള ഒരു ഭരണമായിരിക്കും കർത്താവ് ഭൂമിയിൽ एक കാഴ്ച. ऐसा राज यीशु मसीह इस धरती पर दिखाएगा। എല്ലാ രോഗാണുക്കളും മാറ്റപ്പെടും, सारे रोगाणु हट जाएंगे, ശാപം മാറ്റപ്പെടും. शाप दूर हो जाएंगे। ആമേൻ. കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ച എത്ര മഹത്വരമായ വാഴ്ച. और यीशु मसीह का जो 1000 साल का राज कितना मनोहर होगा। മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു നന്മയുടെ അനുഭവം അന്ന് മനുഷ്യന് ലഭിക്കും. मनुष्य की इच्छित भलाई उस समय मनुष्य स्वयं पा ഭൂമിയിൽ पाएगा। ഇതുവരെ ഭരിച്ചിട്ടുള്ള ഒരു രാജാവിനും കൊണ്ടുവരാൻ കഴിയാത്ത ഭരണം, സമത്വസുന്ദരമായ ഭരണം കർത്താവ് കൊണ്ടുവരും. आज तक ऐसा कोई भी साम्राज्य राजा नहीं आज तक लेकर आया होगा, उससे भी एक भव्य राज मसीह यहाँ पर प्रस्तुत करेगा। ഇങ്ങനെ ഒരു അനുഭവം കൊണ്ടുവരുവാൻ ദൈവപുത്രനല്ലാതെ മറ്റാർക്കും കഴിയത്തില്ല. एक ऐसा अनुभव केवल परमेश्वर का पुत्र ही ला सकता और कोई नहीं। തന്നെയുമല്ല, സങ്കീർത്തനം 2:6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, इतना ही नहीं, भजन संहिता 2 के 6 से 9 में जब हम पढ़ते हैं, ഇരുമ്പ് കോൽ കൊണ്ട് യേശു ജാതികളെ ഭരിക്കും എന്ന് രേഖപ്പെടുത്തി. यीशु मसीह लोह दंड के साथ जातियों पर राज करेगा। അപ്പോൾ അവിടെ ജാതികളായ രാഷ്ട്രങ്ങൾ അന്നുണ്ട്. तो उस समय यहाँ पर दूसरी जातियां, दूसरे राष्ट्र हैं। ഞാൻ പറഞ്ഞല്ലോ, ആ ഇടത്തുള്ളവരെയും വലത്തുള്ളവരെയും വേർതിരിച്ചപ്പോൾ വലത്തുള്ള രാഷ്ട്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന
അവർക്കാണ് അതായത് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുവാൻ അനുവാദം കൊടുത്തതെന്ന്. और जैसा मैंने आप पहले बताया कि किस प्रकार उस समय जो दाएं और बाएं वाले थे उसमें जितने भी बाएं वालों को परमेश्वर के राज्य में प्रवेश करने का मौका मिलता है അങ്ങനെയുള്ള ജാതി അവർക്ക് ഒരു 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 ക്വാളിറ്റി ഉണ്ട്, അവരെ കയറി എന്നുള്ളതേ ഉള്ളൂ. और उनमें कहीं न कहीं एक गुण था और इसलिए उन्होंने इसमें प्रवेश किया, എന്നാൽ അവർ രക്ഷിക്കപ്പെട്ടവരൊന്നുമല്ല. लेकिन उन्होंने उद्धार नहीं पाया है പിന്നാലെ അവര് പലരും രക്ഷിക്കപ്പെടും, അത് വേറൊരു വസ്തുത. और उसके बाद में वो उद्धार पाएंगे, वो एक अलग सच्चाई है। അതുകൊണ്ട് നിയമമൊക്കെ ഒന്നുണ്ട്, उस समय भी ये नियम सब है, വളരെ ശക്തമായ നിയമമായിരിക്കും. कानून वहां के बड़े सख्त होंगे। അതുകൊണ്ടാണ് ഇരുമ്പ് കോൽ കൊണ്ട് യേശു ജാതികളെ ഭരിക്കുമെന്ന് പറഞ്ഞു. इसीलिए लिखा है कि यीशु लोह दंड के साथ में जातियों पर न्याय करेगा। വളരെ സ്ട്രിക്റ്റ് ആയ നീതിയുള്ള ഭരണമായിരിക്കും. एक बहुत ही सख्त न्याय रहेगा, एक राज रहेगा। അതുപോലെ തന്നെ പാൽ ഉൽപാദനം വളരെ വർദ്ധിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. और वहां पे लिखा है कि जो दूध का उत्पादन बढ़ जाएगा। യെശയ്യാ 7:21-22 വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. यशायाह 7 के 21 और 22 को पढ़ते वक्त हमें ये पता चल जाता है। അവർ പാൽ കൊണ്ട് തന്നെ കൊറ്റു കഴിക്കുമെന്നൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. और वहां पे लिखा है कि दूध के साथ वहां पे खिलाया पिलाया जाएगा। ആമേൻ. ആഹാരത്തില് ഏറ്റവും പോഷകം നിറഞ്ഞ ഒന്നാണല്ലോ പാൽ എന്ന് പറയുന്നത്. भोजन में सबसे ज्यादा पोषक वस्तुओं में से एक है दूध। മനുഷ്യന് ആരോഗ്യം നൽകുന്ന സാധനങ്ങളെല്ലാം ഇവിടെ വർദ്ധിക്കും എന്നർത്ഥം. उसका मतलब मनुष्य को अच्छा स्वास्थ्य देने वाली चीजें यहाँ पर बढ़ेंगी। അത് തന്നെയുമല്ല, ജനസംഖ്യ വർദ്ധിക്കും. इतना ही नहीं है, जनसंख्या में भी वृद्धि होगी। നിങ്ങൾ ഭൂമിയിൽ നിറഞ്ഞ് കവിയുവിൻ എന്നുള്ള അനുഗ്രഹത്തോടെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. परमेश्वर ने मनुष्य की सृष्टि जब करी तो उसको फलने और फूलने की एक आशीष देकर उसे भेजा था। ഇന്ന് ഭൂമിയിൽ അനേക സ്ഥലങ്ങൾ മരുഭൂമിയായി കിടപ്പുണ്ട്. आज पृथ्वी की कई जगह मरुस्थल के समान पड़ी है। അവിടെ എല്ലാം ജനവാസം ഉണ്ടാകും. वहाँ हर जगह पर लोग आकर बसेंगे, കാരണം അതൊക്കെ ജനവാസ യോഗ്യമായ സ്ഥലങ്ങളായി മാറും. क्योंकि वो सारी जगह रहने लायक बन जाएंगी। മറ്റൊരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്, अगली बात जो तुम देख सकते हैं, ജനസംഖ്യ വർദ്ധിക്കുന്നത് യെശയ്യാ 60:22 വാക്യത്തിലാണ്. यशायाह 60 के 22 में जनसंख्या के बढ़ने के बारे में लिखा है, യുദ്ധം ഉണ്ടാകുകയില്ല. युद्ध नहीं रहेगा। ആമേൻ. എല്ലാം യേശുക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അധീനതയിലായിരിക്കും. सब कुछ यीशु मसीह के राज के तले होगा। യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 4-6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. यशायाह 2 के 4 से 6 में हम उसे देख सकते हैं। അത് തന്നെയുമല്ല, യേശുവിന്റെ ഭരണം നീതിയുള്ള ഭരണമായിരിക്കും. इतना ही नहीं है, यीशु मसीह का जो राज है वो धार्मिकता का राज होगा। ഓരോരുത്തരുടെയും ഒരു കള്ള പരിപാടി നടക്കത്തില്ല. किसी की कोई धोखेबाजी वहां नहीं चलेगी। യെശയ്യാ 11:3-4 വാക്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. और यशायाह 11 के 3 और 4 में हम इसे देख सकते हैं। തന്നെയുമല്ല, इतना ही नहीं, സൃഷ്ടികൾ തമ്മിൽ പരസ്പരം ശത്രുത ഉണ്ടാകില്ല. सृष्टियों के बीच में, प्राणियों के बीच में आपसी दुश्मनी नहीं रहेगी। ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് आज हम क्या देखते हैं, വലിയ ഭീകരമായ വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിൽ ഒന്ന് ജീവിക്കാൻ കഴിയുന്നില്ല. जंगली जानवर जो बड़े भयानक होते हैं वो और मनुष्य नहीं रह पाते एक साथ। അപകടകാരികളായ ധാരാളം വന്യമൃഗങ്ങളുണ്ട്. खतरनाक कई जानवर हैं जो जंगली जानवर हैं। എന്നാൽ യേശുക്രിസ്തുവിന്റെ ഭരണകാലത്ത്, लेकिन यीशु मसीह के उस राज के दौरान മനുഷ്യനും സമൂഹവും ഒക്കെ ഒരുമിച്ച് പാർക്കും. मनुष्य और शेर एक साथ रहेंगे, പരസ്പര ശത്രുത ഉണ്ടാകില്ല. आपसी दुश्मनी नहीं रहेगी। അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഏദൻ തോട്ടത്തിൽ ആദ്യം ഉണ്ടായിരുന്നത്. ऐसी ही हालत हुआ करती थी अदन की वाटिका में। എന്നാൽ ആദമിന്റെ ഹവ്വമാരുടെ പാപത്താൽ അത് നഷ്ടപ്പെടുകയുണ്ടായി. लेकिन आदम हवा के पाप की वजह से वो नष्ट हो गया। പരസ്പരം ശത്രുതയിലേക്ക് മാറുകയാണ്. सारे प्राणी आपसी दुश्मनी से भर गए। അതുകൊണ്ട് ആ ശാപത്തിന്റെ എല്ലാം കർത്താവ് സൃഷ്ടിയെ പോലും വീണ്ടെടുക്കും. और उन सभी शापों से प्रभु अब पूरी सृष्टि को बचाएगा। നമ്മുടെ കർത്താവിന്റെ ഭരണം എത്ര ശ്രേഷ്ഠമായ ഭരണം! हमारे प्रभु का राज कितना श्रेष्ठ, कितना अच्छा होगा। അത് തന്നെയുമല്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് 11:7 പറഞ്ഞിരിക്കുന്നത്, इतना ही नहीं है, यशायाह के 11 के 7 में लिखा है, ഇന്ന് മാംസാഹാരികളായ വന്യമൃഗങ്ങൾ അവർ സസ്യഭോജനം കഴിക്കും, ശാഖഭോജനം और കഴിക്കും. जितने भी आज मांसाहारी जानवर हैं वो सब शाकाहारी हो जाएंगे, केवल शाकाहारी वस्तुएं खाएंगे, സസ്യഭുക്കുകളായി മാറും. वो केवल शाकाहारी होंगे। ഇന്ന് ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. आज दुनिया में दो प्रकार के लोग हैं, മാംസഭോജികളും സസ്യഭോജികളും. मांसाहारी हैं, शाकाहारी എന്നാൽ हैं। 1000 ആണ്ട് വാഴ്ചയിൽ ശാഖഭോജനം അത് സസ്യഭോജനം അത് വർദ്ധിക്കപ്പെടും. लेकिन 1000 साल के राज में शाकाहारी लोग ज्यादा हो, शाकाहारी हो, सब हो जाएंगे। അതായിരിക്കും മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. वही मनुष्य को पसंद आएगा। കൂടാതെ മരുഭൂമി ഉദ്യാനമായി മാറുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം തന്നെ വളരെ ക്ലിയർ ആയിട്ട് യെശയ്യാ 35:1-2 വരെയുള്ള വാക്യങ്ങൾ, और जैसा मैंने पहले कहा, ये यशायाह 35:1 से 2 के आधार पर
मरुस्थल पूरा एक उद्यान के समान हो जाएगा। 7-ാം വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്, उसके 7वें पद में भी लिखा है, ഹോശേയ 2:21 പറഞ്ഞിട്ടുണ്ട്, होशिया 2:21 में भी लिखा है, രോഗം തുടച്ചു മാറ്റപ്പെടും, बीमारी रोग खत्म हो जाएंगे, പൂർണ്ണമായി തുടച്ചു മാറ്റപ്പെടും. पूर्णतया खत्म हो जाएंगे। യശയ്യാ 35:5-6 വാക്യങ്ങൾ. यशायाह 35 का 5 और 6, ഈ സെക്കറിയ പ്രവചനം 2:4-5 വാക്യങ്ങൾ പറയുന്നത് जकरिया 2 के 4 और 5 में लिखा है, യെരുശലേം നിവാസികളെ കൊണ്ട് നിറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. यरूशलेम उसके निवासियों से भर जाएगा। അത് തന്നെയുമല്ല, യെരുശലേം ആരാധന കേന്ദ്രമായി മാറും. इतना ही नहीं है, यरूशलेम फिर से आराधना का केंद्र बन जाएगा। ലോകത്തിൽ അനേക ആരാധന കേന്ദ്രങ്ങളുണ്ട്. आज इस पूरी दुनिया में कई सारे आराधना के केंद्र हैं। മക്ക, മദീന തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ മനുഷ്യർ ആരാധനയ്ക്കായിട്ട് പോകാറുണ്ട്. मक्का मदीना इत्यादि जगहों पर लोग आराधना तीर्थ इत्यादि के लिए जाते हैं। അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും ആളുകൾ ആരാധനയ്ക്കായിട്ട് പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. कई सारे देशों में भी लोग उपासना के लिए आराधना के लिए जाया करते हैं। എന്നാൽ ആ കാലം എന്ന് പറയുന്നത് लेकिन उस समय വേറെ എങ്ങും മനുഷ്യൻ പോവുകയില്ല. और कहीं पर मनुष्य नहीं जाएगा। ആരാധനയ്ക്കായിട്ട് അവൻ യെരുശലേമിലേക്ക് പോകും. आराधना के लिए वो केवल यरूशलेम में जाएंगे। യേശുവിന്റെ നാമത്തിലുള്ള ആരാധനയല്ലാതെ വേറൊന്നും തന്നെ അന്ന് ഭൂമിയിൽ उस ഉണ്ടായിരിക്കും. समय केवल यीशु की आराधना होगी, उसके अलावा कोई और उपासना नहीं होगी। അതിനെക്കുറിച്ച് യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ, और उसके बारे में यशायाह 2 के 2 और 3 में, മീഖ പ്രവചനം 4:1-2 വരെയുള്ള വാക്യങ്ങൾ, मीका 4 के 1 से 2 में, സെക്കറിയ 14:17 വായിക്കുന്നുണ്ട്. और सकरिया 14 के 17 में देख सकते हैं। ആണ്ടിൽ ഒരിക്കൽ അഥവാ കൂടാര പെരുന്നാൾ ദിവസം എന്ന് പറയുന്ന ഇസ്രായേലിന്റെ 7-ാമത്തെ പെരുന്നാൾ ദിവസം, और साल में एक बार अर्थात इसराइल के तंबू पर्व के दौरान, ഇസ്രായേലിന്റെ ആ പെരുന്നാളുകളെല്ലാം വീണ്ടും ഇവിടെ 1000 ആണ്ട് വാഴ്ചയിൽ ഉണ്ടായിരിക്കും. 1000 साल के दौरान में ये सारे पर्व दोबारा पुनर्स्थापित होंगे। ആ കൂടാര പെരുന്നാൾ ദിവസം और उस तंबू के पर्व में ലോകത്തിലുള്ള എല്ലാ ജാതികളും അവിടെ ഒഴുകി ചെല്ലും. दुनिया से सभी जाति वाले लोग वहां पे जाएंगे। ആരെങ്കിലും അവിടെ ചെല്ലാതിരുന്നാൽ यदि कोई वहां पर नहीं पहुंच पाता है അവരുടെ ഭൂമിയിൽ മഴ പെയ്യുകയില്ല എന്ന് तो രേഖപ്പെടുത്തിയിരിക്കുന്നു. ऐसा लिखा हुआ है कि उनकी जमीनों पर बरसात नहीं होगी। അപ്പോൾ തീർച്ചയായിട്ടും പോകാൻ നിർബന്ധിക്കപ്പെടും. तो सब लोग वहां पर जाने के लिए मजबूर होंगे। നോക്കുക, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും സിംഹവും കുഞ്ഞാടും ചെന്നായി ഒരുമിച്ച് പാർക്കുന്ന പിക്ചർ. हम देख सकते हैं एक तस्वीर है जहां पर शेर है, भेड़िया है, सब एक साथ है। അത് തന്നെയുമല്ല, അവിടെ യെശയ്യാ 30:26 വായിക്കുന്നത്, इतना ही नहीं है, यशायाह 30 के 26 में हम देखते हैं സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശം 7 ഇരട്ടി വർദ്ധിക്കുമെന്നാണ് രേഖപ്പെടുത്തുന്നത്. सूरज और चंद्रमा का प्रकाश 7 गुना बढ़ जाएगा। അപ്പൊ രാത്രി എന്ന് പറയുന്നതൊക്കെ അവിടെ ഇല്ലെന്ന്. वहां पर रात नाम की चीज नहीं रहेगी। ചന്ദ്രന്റെ പ്രകാശം 7 ഇരട്ടി ഇപ്പോഴുള്ളതിൽ 7 ഇരട്ടി വർദ്ധിച്ചാലും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. आज की रोशनी से यदि चंद्रमा की रोशनी 7 गुना बढ़ जाए तो सोचकर देखिएगा। പൂർണ്ണമായി രാത്രി മാറിപ്പോകുമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം. मैं ये नहीं कह रहा कि रात रहेगी ही नहीं, പ്രകാശം വർദ്ധിക്കും, प्रकाश बढ़ जाएगा। അപ്പോൾ അതിന്റെ ഫലമായിട്ട് എന്താണ് ഗുണങ്ങളൊക്കെ? और उसका लाभ क्या होगा? വെളിച്ചം തന്നെയല്ലേ. हर समय रोशनी। ഇന്ന് മനുഷ്യന് ഇരുട്ടത്തല്ലേ കൂടുതൽ തെറ്റുകളും പാപങ്ങളും ചെയ്യുന്നത്. आज मनुष्य अंधेरा होने की वजह से ज्यादा पाप और गलतियां करता है, അതുകൊണ്ട് ഇതിന്റെ ഗുണങ്ങളെല്ലാം അന്നത്തെ മനുഷ്യൻ അനുഭവിക്കും. और ये सारे गुण उस समय के मनुष्यों के सामने भलाई के तौर पे അത് आएंगे। തന്നെയുമല്ല, യെരുശലേം പട്ടണം അത് വളരെ ഉയർത്തപ്പെട്ട ഒരു പട്ടണമായി മാറും. इतना ही नहीं है, यरूशलेम शहर एक बहुत ही उच्च शहर बन അതിന് जाएगा। നീളം വീതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് സെക്കറിയ പ്രവചനത്തിൽ. और जकरिया नबी की किताब में उसके चौड़ाई लंबाई के बारे में लिखा है। 14-ാം അധ്യായം 10-ാമത്തെ വാക്യത്തില്, 14वें अध्याय के 10वें पद में, യെശയ്യാ 48:35 यशायाह 48 के 35 में, അത് 6 മൈൽ ചുറ്റളവിലായിരിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. और ऐसा लिखा है कि वो करीब 6 मील के इर्द गिर्द होगा। എന്നാൽ ഇത് പൊതുവാന ഭൂമിയെ കുറിച്ചല്ല ഈ പറയുന്നത്. लेकिन यहाँ पर नई जमीन नई आकाश की बात नहीं हो रही അത് है, വേറൊരു സംഭവമാണ്. वो अलग है, അതിന്റെ നീളം വീതി വേറൊന്നാണ്. उसका नाप अलग है। അത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. उसके बारे में हम बाद में पढ़ेंगे। ചുരുക്കി പറഞ്ഞാൽ संक्षेप में बताएं, 1000 ആണ്ട് വാഴ്ചയില് 1000 साल के राज में ദാവീദിന് കൊടുത്ത ഉടമ്പടി അനുസരിച്ചും दाऊद को मिली हुई वाचा के अनुसार പുതിയ നിയമ ഉടമ്പടി പ്രകാരവും और नए नियम के वाचा के अनुसार ലോകവ്യാപകമായി യഥാർത്ഥ സമാധാനം, സാമ്പത്തിക ഉയർച്ച, നീതി എന്നിവ ഉളവാകുമെന്ന് ദൈവത്തിന്റെ വചനങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു. विश्व भर में वास्तविक शांति और अर्थव्यवस्था के अंदर एक बढ़त यहाँ पर इस राज के दौरान में होगी। കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मैं प्रभु यीशु मसीह के उस 1000 साल के राज के लिए प्रभु का धन्यवाद करता അത് हूँ। കർത്താവിന്റെ മക്കൾ അഥവാ ദൈവത്തിന്റെ സഭ, മണവാട്ടിയ സഭ അവനോടൊപ്പം ഉണ്ടായിരിക്കും. उस समय परमेश्वर के बच्चे, प्रभु की दुल्हन कलीसिया उसके साथ होगी। ഈ ഭരണത്തിൽ ദാവീദ് പോലും ഒരു
ഭരണത്തിൽ സഹായിക്കുമെന്ന് ദൈവവചനം നമുക്ക് അറിവ് തരുന്നു. और वचन हमें ये बताता है कि इस शासन में दाऊद उनकी मदद करेगा. അതായത് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഇങ്ങോട്ട് ഇറങ്ങി വരും, അവരും എല്ലാം ഇവിടെ കാണും എന്നർത്ഥം. और पुराने नियम के संत, नए नियम के संत सब लोग मिलकर यहाँ पर उपस्थित होंगे. ആമേൻ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर को महिमा मिले. 1000 ആണ്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നു ചോദിച്ചാൽ 1000 साल के बीतने के बाद സാത്താനെ അടച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവനെ തുറന്നു വിടുന്നതാണ്. शैतान को जहाँ पे बंद रखा था वहां से खोल दिया जाएगा. വെളിപ്പാട് പുസ്തകം 20 അധ്യായം 7-8 വാക്യങ്ങളിൽ വായിക്കുന്നത് प्रकाशित वाक्य 20 के 7 और 8 में हम पढ़ते हैं. അവനെ അഴിച്ചു വിടുന്നതിന്റെ ഫലമായിട്ട് उसको वहां से निकालने के बाद അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്ത മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. और वहां पे हम देख सकते हैं कि वो गोग मागोग इत्यादि सभी प्रकार के हर दिशाओं में से जातियों को, लोगों को इकट्ठा करके एक बड़े युद्ध के लिए तैयार करेगा. അത് ഒരു ടെസ്റ്റും കൂടെയാണ് കർത്താവ് ഇവിടെ ചെയ്യുന്നത്. वहां पर प्रभु एक जांच भी कर रहा है. കാരണം കർത്താവിന്റെ ഈ 1000 ആണ്ട് വാഴ്ചയില് क्योंकि यीशु मसीह के 1000 साल के राज में തീർച്ചയായിട്ടും ധാരാളം പേര് രക്ഷിക്കപ്പെടും. बहुत सारे लोग उद्धार पाएंगे. എന്നാൽ ഒതുങ്ങി കഴിയുന്ന ആളുകൾ ഉണ്ട്. लेकिन उसमें भी जैसे तैसे जीने वाले लोग भी होंगे. അടിച്ചു പിടിച്ചു കഴിയുന്ന ആളുകൾ ഉണ്ടായിരിക്കും. और दबे हुए लोग भी होंगे. അവരുടെയൊക്കെ മനോഭാവം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് കൂടിയാണ്. उनकी एक परीक्षा के लिए, उनकी एक जांच के लिए भी एक ऐसा किया जाना जरूरी होगा. അപ്പോൾ ഈ പിശാചിനെ അഴിച്ചുവിടുന്നതിന്റെ ഫലമായിട്ട് शैतान को खोलने के फलस्वरूप അങ്ങനെ ഉള്ള ജനത്തെ എല്ലാം അവൻ ആകർഷിക്കും. और ऐसे लोगों को वो अपनी ओर आकर्षित करेगा. ലോകം മുഴുവനുമുള്ളതായ സൈന്യങ്ങളിൽ നിന്ന് സൈന്യത്തെ അവൻ ഗോഗ് മാഗോഗ് യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കുമെന്ന് ദൈവവചനം पूरी दुनिया भर की सेना को वो गोग मागोग युद्ध के लिए इकट्ठा करेगा. കർത്താവിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമുക്കത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. वचन बड़े ही स्पष्ट तौर पर हमें बताता है. വെളിപ്പാട് പുസ്തകം 20 അധ്യായം 9 വാക്യത്തില് और प्रकाशित वाक्य 20 के 9 में അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് वे पूरी पृथ्वी पर जाकर വിശുദ്ധന്മാരുടെ പാളയത്തെയും और पवित्रों की छावनियों को പ്രിയ നഗരത്തെയും വളയും. और प्रिय नगर को घेर लेंगे. എന്നാൽ ആകാശത്ത് തീ ഇറങ്ങി लेकिन आकाश से आग उतरकर അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. उनको जला डालेगी. അങ്ങനെ അവർക്കെല്ലാവരുടെ അന്ത്യം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. इस प्रकार हम देख सकते हैं कि कैसे उन सबों का अंत होगा. ഇതാണ് വേദപുസ്തക പ്രകാരം ഏറ്റവും ഒടുവിൽ നടക്കുന്ന യുദ്ധം അഥവാ ഫൈനൽ വാർ. और ये पवित्र शास्त्र बाइबल के अनुसार होने वाला अंतिम युद्ध है. ഇതോടുകൂടി യുദ്ധത്തിന്റെ അന്ത്യം കുറിക്കുകയാണ്. इसके साथ में युद्ध खत्म हो जाएंगे. അത് കഴിഞ്ഞ ശേഷം എന്താണ് കർത്താവ് ചെയ്യാൻ പോകുന്നത്? उसके बाद में प्रभु क्या करेंगे? വെളിപ്പാട് പുസ്തകം 20 അധ്യായം 10 വാക്യത്തിൽ വായിക്കുന്നത് प्रकाशित वाक्य 20 के 10 में कहते हैं, അവരെ വഞ്ചിച്ച പിശാചിനെ, वो उनको धोखा देने वाले शैतान को മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. उसी आग की और गंधक की झील में डाल देंगे जहां पर वो जानवर और झूठा भविष्यद्वक्ता डाला गया. അവൻ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. और वो वहीं पर रात दिन हमेशा हमेशा के लिए दंड सहता रहेगा. മനുഷ്യനെ തെറ്റിച്ചു കളഞ്ഞ मनुष्य को भटकाने वाला, പിശാചിനെ, भटकाने वाले शैतान को, മഹാസർപ്പത്തെ, उस बड़े अजगर को എന്നേക്കുമായി हमेशा हमेशा के लिए ദണ്ഡനത്തിനായി തള്ളിയിടുമെന്ന് ദൈവവചനം सजा में धकेल दिया जाएगा. ആമേൻ. അത് കഴിഞ്ഞ ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? उसके बाद में क्या होगा? ഇതിനെ തുടർന്ന് നാം ഇന്ന് കാണുന്ന ആകാശത്തിന്റെയും ഭൂമിയുടെയും നാശം സംഭവിക്കുമെന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു. और वचन व्यक्त तौर पे बताता है कि आज दिखने वाले आकाश और पृथ्वी का नाश होगा. അഥവാ ഈ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ ശേഷം इस 1000 साल के राज के बाद 2 പത്രോസ് 3 അധ്യായം 10 വാക്യത്തിൽ വായിക്കുന്നത്, और दूसरा पत्रस 3 के 10 में इस प्रकार हम पढ़ते हैं കർത്താവിന്റെ ദിവസമോ कि प्रभु का दिन കള്ളനെ പോലെ വരും. उस चोर के समान आएगा. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. उस समय आकाश बड़ी आवाज के साथ लपट जाएगा. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും मूल तत्व जल जाएंगे. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. पृथ्वी और इसके सारे काम जलकर राख हो जाएंगे. കർത്താവ് പോലും മത്തായി സുവിശേഷം 35 വാക്യത്തിൽ ഇങ്ങനെ പറയുണ്ടായി, और प्रभु ने मती के 24 में इस प्रकार कहा, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, आकाश और पृथ्वी टल जाएंगे, എന്നാൽ എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. लेकिन मेरे वचन कभी नहीं टलेंगे. ആമേൻ, ആമേൻ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ഉണ്ടാകട്ടെ. परमेश्वर को हम धन्यवाद അപ്പോൾ करते हैं. യേശു ക്രിസ്തു പോലും പറഞ്ഞിട്ട് ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. यीशु मसीह ने खुद कहा है कि ये आकाश और पृथ्वी टल जाएंगे. എബ്രായ ലേഖനം 1:10 മുതൽ 12 വരെ വാക്യങ്ങളിൽ നമ്മൾ അത് കാണാൻ കഴിയുന്നു. इब्रानियों 1 के 10 से 12 में उसे देख सकते हैं. യെരമ്യാ പ്രവചനം 4:23-28 വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. इब्रानियों 4 के 23 से 28 में उसे देख सकते हैं. അങ്ങനെ ഈ ഭൂമിക്ക് അവസാനം इस प्रकार
ये इस धरती का अंत होगा। ഈ ഭൂമി അതിന്റെ എല്ലാ പദാർത്ഥങ്ങളും അത് വെന്ത് ചാരമാകും. ये पृथ्वी और उसकी सारी वस्तुएं, सारे पदार्थ जलकर खत्म हो जाएंगे। ആകാശം വസ്ത്രം ചുരുട്ടുന്നത് പോലെ മാറിപ്പോകും. आकाश एक कपड़े को लपेटने के समान हट जाएगा। അതുകൊണ്ട് പ്രിയമുള്ളവരെ, इसलिए प्रियो, നമുക്കൊന്നും പ്രശംസിപ്പാനായിട്ടില്ല. हम में कुछ घमंड करने को कुछ नहीं। ഈ നമ്മൾ ഇന്ന് ചവിട്ടി നിൽക്കുന്ന ഭൂമി അത് നാശയോഗ്യമായി മാറും. आज जहाँ पर हमने अपने पैर जमा कर रखे हैं वो धरती नाश होने के നമ്മുടെ लिए തലയ്ക്ക് तैयार है। മുകളിലുള്ള ആകാശം മാറിപ്പോകും. सिर पर दिखने वाला आसमान टल जाएगा। നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന ഒന്നുമില്ല. यहाँ पर स्थिर हमें कुछ नहीं ഈ मिलेगा। ചിന്ത നമ്മുടെ ഉള്ളിൽ ഭരിക്കട്ടെ. हमेशा ये विचार हम में बना रहे। എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം लेकिन परमेश्वर के बच्चों की यदि बात करूं, അവർക്ക് വലിയൊരു പ്രത്യാശയുടെ പദ്ധതിയുണ്ട്. उनमें एक बहुत बड़ी आशा है। ഒരു പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. और नए आकाश और नई पृथ्वी के बारे में वचन हमें सिखाता അത് है। നമ്മൾ തുടർന്ന് ഉള്ള എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. और आगे के एपिसोडों में हम उसके बारे में सोचेंगे। അതുകൊണ്ട് ആമേൻ, ഈ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. और इसी आशा के अनुभव में जीने में परमेश्वर हम सबों की मदद करे। കർത്താവിനോട് കൂടെ നടന്നാൽ प्रभु के साथ में यदि हम चलेंगे കർത്താവ് ഒരുക്കുന്ന എല്ലാ പദവികളും ഒന്നൊന്നായി നമുക്ക് तो പ്രാപിക്കാവുന്നതാണ്. प्रभु के द्वारा तैयार किए गए एक एक सौभाग्य को हम पा सकते हैं। അല്ലെങ്കിൽ ഈ ലോകത്തോടു കൂടെ നാശത്തിലേക്ക് നാം പോകേണ്ടി വരും. नहीं तो इस दुनिया के साथ नाश की ओर जाना पड़ेगा। നമുക്ക് ആർക്കും അതങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ऐसा हम में किसी के साथ न होने पाए। കർത്താവിനോട് കൂടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. प्रभु के साथ एक आशीषित जिंदगी में प्रवेश करने के लिए നിങ്ങളെ ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്തുകൊണ്ട് एक बार और आप सब लोगों का आह्वान करते हुए ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. मैं इस एपिसोड को यहाँ पर समाप्त करता हूँ। തുടർന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വിഷയം വെള്ള സിംഹാസന ന്യായവിധിയെ കുറിച്ച് പഠിക്കാം. अगले हम हमारे एपिसोड में श्वेत सिंहासन के न्याय के बारे में पढ़ेंगे। അത് കഴിഞ്ഞ ശേഷം പുതുവാന ഭൂമിയിലെ സംഭവങ്ങളോടെ നമുക്ക് പഠിക്കാം. और उसके बाद में नए आकाश और नई धरती के बारे में नए हम पढ़ेंगे। അതോടുകൂടി ഈ യുഗങ്ങളെ കുറിച്ചുള്ളതായ പഠനം നമ്മൾ അതെ और പര്യവസാനിപ്പിക്കുന്നതാണ്. उसी के साथ युगों की योजना का ये विषय पूरा समाप्त हो जाएगा। ദൈവമക്കൾക്ക് ലഭിക്കുന്നതായ മറ്റ് പദവികളെ കുറിച്ചും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. परमेश्वर के लोगों को मिलने वाले दूसरे सौभाग्यों के बारे में भी हम देखेंगे। ദൈവമാകുന്ന കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. प्रभु हम सबों को आशीष दे। आमीन। आमीन।